ചോറ്റാനിക്കരയിൽ മകം തൊഴിലിനായി നട തുറന്നിരിക്കുകയാണ്. സർവാഭരണ വിഭൂഷിതയായ ദേവിയുടെ അനുഗ്രഹം കാത്ത ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് മകം തൊഴാനായി എത്തിയത്. രാത്രി 8:30 വരെയാണ് മകം തൊഴൽ. കൃത്യം 2 മണിയോട് കൂടി തന്നെയാണ് ചരിത്രപ്രസിദ്ധമായ ചോറ്റാനിക്കര മകം തൊഴലിന് തുടക്കമായത്. ഇവിടെ മകം തൊഴലിനായി ചോറ്റാനിക്കരയിലേക്ക് ലക്ഷക്കണക്കിന് ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. 2 മണി മുതൽ രാത്രി 9:30 വരെയാണ് ഈ മകം തൊഴലിന്റെ സമയം. രാവിലെ ഓണക്കൊറ്റിച്ചിറ ആറാട്ടും ഇറക്കിപ്പൂജയും അതോടൊപ്പം തന്നെ ആറാട്ട് കടവിലെ പറയെടുപ്പിനും ശേഷമാണ് മകം തൊഴലിനായുള്ള ഒരുക്കങ്ങൾക്ക് തുടക്കമായത്. 2 മണിയോട് കൂടി തന്നെ മകം തൊഴലിനായി നട തുറന്നപ്പോൾ നിരവധി ഭക്തരാണ് ഇവിടെ എത്തിച്ചേർന്നത്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഭക്തിയോടെയാണ് ജനങ്ങൾ സർവാഭരണ വിഭൂഷിതയായി നിൽക്കുന്ന ദേവിയെ ഒരു നോക്ക് കാണാനും അനുഗ്രഹം തേടാനുമായി ഇവിടെ എത്തിച്ചേരുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? Oh, you're from UK? We are Sri Lankans from UK. Oh, okay. When did you came here? No, we came to Cochin. Yes, to Cochin. Yesterday. Yeah, today we came to Chotanikara. Didn't know there'll be a crowd. Okay, is it your first time or first time? Very first time to Kochi. മകം തൊഴലിനായിട്ടുള്ള ഒരു പ്രവേശനം ഒരുക്കിയിരിക്കുന്നത് പ്രകാരമാണ്. സ്ത്രീകളെ പടിഞ്ഞാറേ നടയിലൂടെയും പുരുഷന്മാരെ അതോടൊപ്പം തന്നെ കുടുംബമായി എത്തുന്നവരെയും വടക്കേ പൂരപ്പറമ്പിലൂടെയും ബാരിക്കേഡ് വഴിയാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുക. പഞ്ചായത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് ഇവിടുത്തെ നാട്ടുകാർക്കായി പ്രത്യേകം സജ്ജീകരിച്ച ക്യൂവുമൊക്കെയുണ്ട്. ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ദേവിയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തിയ ആളുകളുണ്ടായിരുന്നു. നേരത്തെ നമ്മളോട് പ്രതികരിച്ചു. ശ്രീലങ്കയിൽ നിന്നും എത്തിയ ആളുകളുണ്ടായിരുന്നു. അങ്ങനെ 4 ദിവസം മുന്നേക്ക് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നത്. ഇവിടെ ചോറ്റാനിക്കരയിലുള്ള ആൾ തന്നെയാണോ? അല്ല, വാഴക്കുളം, ആലുവയിലാണ്. എല്ലാ വർഷവും ഇങ്ങനെ വരാറുള്ള മൂന്നാമത്തെ വർഷമാണ്. ഇക്കുറിയും എങ്ങനെയാണ് അമ്മയെ കാണാൻ വേണ്ടിയിട്ട്? വളരെ ആഗ്രഹത്തോട് വന്നു. അതുപോലെ ഭാഗ്യം കൂടെ എത്തി. 3 വർഷമായി. ഇവിടെ ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് എത്രാമത്തെ വർഷം? ഞാനൊരു 5, 8, 10 വർഷമൊക്കെ ആയി. നിങ്ങളൊക്കെ ഈ സ്ഥലത്ത് ചോറ്റാനിക്കര ഭാഗത്ത്, തൃപ്പൂണിത്തുറ ഭാഗത്തുള്ളവരാണ്? എറണാകുളത്തിൽ നിന്ന് വരെയാണ്. ഇതിപ്പോ എത്രാമത്തെ വർഷത്തെ മകം തൊഴലാണ്? ഇതൊരു 6-7 തവണ തുറന്നിട്ടുണ്ട്. തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്? ഇല്ല, തുടർച്ചയായിട്ടില്ല. 2 കൊല്ലത്തിന് ശേഷം ഇന്ന് വന്നു. ഏതായാലും സർവാഭരണ വിഭൂഷിതയിൽ നിൽക്കുന്ന ദേവിയെ കാണാനും അനുഗ്രഹം തേടാനുമുള്ള ഒരു കാത്തിരിപ്പിലാണ് അല്ലേ? ഇന്നിവിടെ ക്ഷേത്രത്തിൽ എത്താൻ സാധിക്കാത്ത ആളുകളൊക്കെ അവരവരുടെ വീടുകളിൽ നെയ്വിളക്ക് തെളിയിച്ച് ഈ 2 മണി മുതൽ രാത്രി 9:30 വരെയുള്ള സമയങ്ങളിൽ പ്രാർത്ഥിക്കും. അപ്പോൾ തങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകും എന്ന് തന്നെയാണ് ഭക്തരുടെ വിശ്വാസം. ഇവിടെ പൊങ്കാല പോലെ തന്നെ, ആറ്റുകാൽ പൊങ്കാല പോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് മകം തൊഴൽ എന്ന് പറയുന്നത്. ദീർഘസുമംഗലിയായിരിക്കാനും അതോടൊപ്പം തന്നെ സന്താന ഭാഗ്യങ്ങൾ ഉണ്ടാകാനും ഒക്കെ വേണ്ടിയിട്ട് ആളുകൾ ഇവിടെ എത്തി പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട്. അവരുടെ വിശ്വാസം എന്നത് അടുത്ത മകം തൊഴൽ നാളെത്തുമ്പോഴേക്കും തന്നെ തങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകും തന്നെയാണ് വിശ്വാസം. എങ്കിലും ഇനിയും ഭക്തജനങ്ങളുടെ തിരക്ക് ഏറി വരികയും ചെയ്യും. ക്യാമറമാൻ ശരത്തും പാട്ടുകാവിനൊപ്പം സ്നേഹാമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.